ദിയയുടെ ഫാദറിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വീറ്റ് റിവെഞ്ച് ആണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ തവണ നഗരസഭ അധ്യക്ഷനാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചെങ്കിലും അതുണ്ടായില്ല. പക്ഷേ ഇത്തവണ മകളെ നഗരസഭ അധ്യക്ഷയാക്കുന്നു. അദ്ദേഹം മത്സരിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ഈ ഒരു സ്വീറ്റ് റിവെഞ്ച് ആ മനസ്സിലുണ്ടായിരിക്കുകയും ചെയ്യും. പക്ഷേ ദിയയെ സംബന്ധിച്ചിടത്തോളം ഒരു അച്ഛൻ്റെ ആഗ്രഹത്തിനൊപ്പം നിൽക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു വ്യക്തിപരമായി ഇത്തരം ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. രാഷ്ട്രീയത്തിലേക്ക് വരണം, ജനസേവനം അല്ലെങ്കിൽ നഗരസഭ അധ്യക്ഷ അത്തരം തുടങ്ങിയ അധികാരമോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാര്യം പറഞ്ഞിട്ട് കഴിഞ്ഞ ടേം എന്ന് പറയുന്നത് അച്ഛൻ്റെ ആഗ്രഹമായിരുന്നില്ല. അതൊരു എഗ്രിമെൻ്റ് ഉൾപ്പെടെയുള്ളൊരു 3rd ഇയർ കൊടുക്കണം എന്നുള്ളതൊരു എഗ്രിമെൻ്റ് ആയിരുന്നു. പക്ഷെ അത് പല രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് നടക്കാൻ പറ്റിയില്ല. ഇപ്പോൾ എനിക്ക് രാഷ്ട്രീയത്തിൽ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് എനിക്കൊരു അവസരം എൻ്റെ മുന്നിൽ അച്ഛൻ കൊണ്ടുവന്നപ്പോൾ അത് നീ ഇതൊന്നും പഠിക്കുക, നീ അത് വിലയിരുത്തും, നിൻ്റെ പൂർണ്ണ ചോയ്സാണെന്ന് പറഞ്ഞു. അവസാനം ഞാൻ ഈ ചോയ്സിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. അത് കൗൺസിലറായിട്ട് നിന്ന് ജയിച്ചപ്പോൾ പോലും അതിങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുമെന്ന് വിചാരിച്ചില്ല. ഇതൊരു ദൈവനിയോഗമായിട്ട് തന്നെ കാണുന്നു. അപ്പൊ ഇതിപ്പം പിന്തുണയുണ്ട്, എല്ലാവരുടെയും പിന്തുണയുണ്ട്. മുന്നണി വിടേണ്ടി വന്നു. കേരള കോൺഗ്രസ് എമ്മുമായി ഒക്കെ പ്രശ്നമുണ്ടായി, പാർട്ടിയായിട്ട് പ്രശ്നമുണ്ടായി. ഉള്ളിൽ ഇപ്പോഴും ആ കമ്മ്യൂണിസ്റ്റ് മൈൻഡ് തന്നെയാണോ അപ്പന്റെയും മകളുടെയും ഒക്കെ? നമുക്കെല്ലാവർക്കും, ഞങ്ങൾ 3 പേർക്കും ഞങ്ങളുടേതായിട്ടുള്ള ഞങ്ങൾ വിശ്വസിക്കുന്ന പേഴ്സണൽ ബിലീഫ്സും ഇതുമെല്ലാം ഉണ്ട്. നമ്മളിപ്പം ഞങ്ങൾ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ ഒരു ബൗണ്ടറീസും ഇല്ലാണ്ട് ഞങ്ങൾ പൂർണ്ണ സ്വതന്ത്രരായിട്ടാണ് ഞങ്ങൾ 3 പേരും മത്സരിച്ച് വന്നത്. ഞങ്ങളെ ആൾക്കാർ എലക്ട് ചെയ്തതും ഇപ്പോൾ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ ഈ 3 വാർഡുകളിൽ നിന്ന് പല തവണയായിട്ട് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛനെ ജയിപ്പിച്ചതിൻ്റെ കാരണം, അല്ലെങ്കിൽ ഞങ്ങളെ 3 പേരും ജയിപ്പിച്ചതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അച്ഛൻ ഈ വാർഡുകൾ ചെയ്തേക്കുന്ന കാര്യങ്ങളും അച്ഛനോടുള്ള സ്നേഹബന്ധവും എല്ലാം തന്നെയാണ്. അപ്പം ഞങ്ങളിപ്പം ജനഹിതം, ഞങ്ങൾ വാർഡ് സഭ കൂടിയപ്പം ജനഹിതം യു ഡി എഫിന് പിന്തുണ നൽകണം, അല്ലെങ്കിൽ UDF പ്രയോറിറ്റി കൊടുക്കണം എന്നായിരുന്നു. ഞങ്ങൾ ആ ജനഹിതം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നു. ദിയ, ഗ്രാജുവേഷൻ കഴിഞ്ഞതാണ്, ഇനിയിപ്പോൾ നഗരസഭാ അധ്യക്ഷ എന്ന ഭാരിച്ച ഉത്തരവാദിത്വമൊക്കെ ഉണ്ട്. അപ്പോൾ തുടർ പഠനം ഇനി എങ്ങനെയായിരിക്കും? തുടർ പഠനം ഇച്ചിരി പോസ് ആവും. ഇത് കുറച്ച് നാളത്തേക്ക് ഇനി ഹോൾഡ് ആവും. കാരണം ഒരു നഗരസഭ അധ്യക്ഷ ഒരു ചെറിയൊരു കാര്യമല്ല, അതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. അതിൻ്റെ 101% ഇതിനകത്തേക്ക് വേണം. അതിൻ്റെ എല്ലാ ഹാർഡ് വർക്കും, എൻ്റെ എല്ലാ ഡെഡിക്കേഷനും, എല്ലാ ടൈമും വേണ്ടൊരു കാര്യമാണിത്. അപ്പം എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി ഒബ്വിയസ്ലി പാലാ നഗരസഭയായിരിക്കും. പാലാ നഗരസഭയിലെ ജനങ്ങളും അവരുടെ ആവശ്യങ്ങളും ആയിരിക്കും. തീർച്ചയായിട്ടും ദിയ, വളരെയധികം നന്ദി മീരാവിനൊപ്പം പങ്ക് ചേർന്നതിനൊപ്പം തന്നെ ഇനിയുള്ള അങ്ങോട്ടുള്ള എല്ലാം ഉഷാറാവട്ടെ, നന്നായി പോകാൻ കഴിയട്ടെ, നല്ല ഭരണം കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് കൂടെ ആശംസിക്കുകയാണ്. അപ്പോൾ 21-കാരി ദിയ പുളിക്കക്കണ്ടമാണ് ഇനി പാലാ നഗരസഭയെ നയിക്കാൻ പോകുന്നത്. സ്വാഭാവികമായും അച്ഛൻ്റെ മധുര പ്രതികാരത്തിന്റെ നിമിഷം കൂടിയാണ്. മാത്രമല്ല ഒരു അച്ഛൻ്റെ ഒരു അനുഭവജ്ഞാനമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ദിയയെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ്റെ ഒരു ആശീർവാദം ഉള്ളത് കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ കൂടിയാണ് പങ്കുവെക്കുന്നത്.